പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ന് UAE-യിലെത്തും. അബുദാബിയിലെത്തുന്ന മോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും UAE പ്രസിഡന്റും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലുള്ള അടുത്ത ബന്ധം വിളിച്ചോതുന്ന സന്ദർശനത്തിനാണ് അബുദാബി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായുള്ള മോദിയുടെ യാത്രയിലെ ആദ്യ രാജ്യമാണ് UAE. വെറും കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധവും നയതന്ത്ര പ്രാധാന്യവും ഇതിലൂടെ വ്യക്തമാണെന്ന് UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ പറയുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പോലും പരസ്പരം കാണാനും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന തരത്തിൽ ഇരു നേതാക്കളും തമ്മിൽ വലിയൊരു ആത്മബന്ധം വളർത്തിയെടുത്തിട്ടുണ്ടെന്ന് സ്ഥാനപതി ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് മോദിയുടെ ഔദ്യോഗിക വിമാനമായ എയർ ഇന്ത്യ 1 UAE വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ F-16 യുദ്ധവിമാനം മോദിക്ക് അകമ്പടിയായി എത്തിയെന്ന ആ ഒരു കാര്യമാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. ആ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വൈറലായി മാറിയിരിക്കുന്നു. നിമിഷ നേരം കൊണ്ടാണ് ആ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വൈറലായത്. ഇന്ത്യയും അബുദാബിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ പ്രതീകമായി UAE F-16 യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രി മോദിയുടെ വിമാനത്തിന് അകമ്പടിയുമായി എത്തി. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന എയർ ഇന്ത്യ 1 വിമാനത്തിന് ഇരുവശത്തുമായി UAE വ്യോമസേനയുടെ F-16 ബ്ലോക്ക് 60 ഡെസാൾട്ട് ഫാൽക്കൺ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയത്. ഒരു വിദേശ രാജ്യത്തെ ഭരണത്തലവന് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ആദരവുകളിൽ ഒന്നാണ് ഈ അകമ്പടിയെ നയതന്ത്ര ലോകം നോക്കിക്കാണുന്നത്. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യം മൂലം ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സമയത്താണ് മോദിയുടെ ഈ സന്ദർശനം എന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ UAE-യിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും പ്രമുഖരും ചേർന്ന് സ്വീകരിച്ചു. മേഖലയിലെ സുരക്ഷയും ഊർജ്ജ പ്രതിസന്ധിയും പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെയും UAE-യുടെയും സംയുക്ത നീക്കങ്ങൾ ഈ സന്ദർശനത്തിൽ നിർണായകമാണ്. UAE സമയം 11 മണിക്ക് അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി 2.5 മണിക്കൂർ സമയമാകും അവിടെ ചെലവഴിക്കുക. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മോദി ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുമ്പോൾ UAE-ക്ക് മോദി ഐക്യദാർഢ്യം അറിയിക്കും. പിന്നീട് നെതർലാൻഡിലേക്ക് തിരിക്കുന്ന മോദി നോർവേ, ഡെൻമാർക്ക്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ കൂടി സന്ദർശിച്ച ശേഷമാകും മടങ്ങിയെത്തുക. 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മോദിയുടെ ആദ്യ പര്യടനം UAE-യിലാണ്. പ്രധാനമന്ത്രി മോദിയുടെ എയർ ഇന്ത്യ 1 വിമാനം വ്യോമാതിർത്തിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ, അതായത് വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ തന്നെയാണ് 2 F-16 ജെറ്റുകൾ മോദിയുടെ ഔദ്യോഗിക വിമാനത്തിന് അകമ്പടിയുമായി എത്തിയത്. അത് ഇപ്പോൾ ലോകരാജ്യങ്ങളടക്കം തന്നെ UAE എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇത്ര വലിയൊരു അകമ്പടി കൊടുത്തു എന്നതിൻ്റെ ചോദ്യങ്ങൾ, അത്രയേറെ പ്രാധാന്യങ്ങൾ ഇപ്പോൾ വിളിച്ചോതുന്ന ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം പുറത്തു വന്നതോടുകൂടി നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് UAE എന്ന രാജ്യം എത്രത്തോളം ഒരു സ്വീകരണം കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഒരു വേണ്ടപ്പെട്ട ഒരു രാജ്യമായി UAE ഇന്ത്യയെ കാണുന്നു, അവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെ എങ്ങനെ കാണുന്നു എന്നടക്കമുള്ള വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ, ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ട് എത്തി നിൽക്കുകയാണ്.